ലൈറ്റും ക്യാമറയും പിടിക്കണം, ഫോക്കസും ശ്രദ്ധിക്കണം. എന്ത് ചെയ്യാനാ, നമ്മൾ തന്നെയല്ലേ ഉള്ളൂ എല്ലാത്തിനും. ഈ ഒരു സമയത്ത് രണ്ട് അറ്റം മുട്ടിക്കാൻ ബസ്സേറി പെടുന്ന പാടിനേക്കാളും കഷ്ടമാണ് ഒരു മെഹന്തി ആർട്ടിസ്റ്റ് ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ. അങ്ങനെ തന്നെട്ടാ എനിക്ക് തോന്നിയത്. ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൊളിയാണ്. പിന്നെ പകുതി പണി കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കൊച്ചു കൊച്ചു പുഷ്പങ്ങളും കൊച്ചു കൊച്ചു ഇലകളൊക്കെ ആയിട്ട് അങ്ങോട്ട് അലങ്കരിച്ച് ഒരു താജ്മഹൽ തന്നെ പണി കൊടുക്കും. പിന്നെ അവിടെയും ഇവിടെയൊക്കെ ആണെങ്കിൽ ചെറിയ തെറ്റലുകളൊക്കെ ഇതുപോലെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഇതിനൊക്കെ നമ്മുടെ അടുത്ത് സൊല്യൂഷൻ ഉണ്ട്. പിന്നെ രണ്ടാമത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളെ ഡിസൈൻ നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റായിട്ട് മുന്നോട്ട് പോകുന്ന ഇടയിലായിരിക്കും നമുക്ക് റീൽസ് എടുക്കാണ്ടല്ലോ, റീൽസ് ഇടാനുണ്ടല്ലോ, റീച്ച് ആകണ്ടേ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ക്യാമറ ഓണാക്കൽ. അവിടെ തുടങ്ങും നമ്മുടെ സംഗതികളൊക്കെ താഴെ പോകാൻ. അതുവരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന കോണും ഡിസൈനും എല്ലാം നമുക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമയമായി മാറും അത്. കുഴപ്പമില്ല, ഇതൊക്കെ കഴിഞ്ഞ് അവസാനം ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ചില ഭാഗങ്ങൾ കണ്ട് എനിക്ക് എന്നോട് തന്നെ അഭിമാനം തോന്നിയിട്ട് ഞാൻ 5 മിനിറ്റ് എണീറ്റ് നിന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യട്ടോ.